ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 3ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ അദ്റസു സാബി 7ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൽഹാറുൻ നൂനി സാക്കിനത്തി. സാക്കിനായ നൂന് കൊണ്ട് ഇൽഹാർ വരുന്നതാണ് നമ്മൾ ഈ പാഠത്ത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അഹ്കാമുൻ നൂനി സാക്കിനത്ത് വ തൻവീൻ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ നമ്മൾ പഠിച്ചിരുന്നു. ഇൽഹാറ്, ഇദാമം ബിയുന്ന, ഇദാമം ബിലാവുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. അപ്പോൾ ഇതിൽ സാക്കിനായ നൂന് കൊണ്ട് ഇൽഹാർ ആവുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ സാക്കിനായ നൂനിന് കൊണ്ട് ഇൽഹാർ വരുന്നത്, അപ്പോൾ ഇൽഹാറിൻ്റെ ഹർഫുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ വർക്കിൽ പ്രത്യേകമായിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൽഹാറിൻ്റെ ഹർഫുകൾ അംസ, ഹ, ഐന്, ഹ, ഒയിന്, ഹ. ഇതാണ് ഇൽഹാറിൻ്റെ ഹർഫുകൾ. 6 ഹർഫുകളാണ്. ഇതിന് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്നും പറയും. ഹൽക്കിൻ്റെ ഹർഫുകൾ, ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അത് സാക്കിനായ നൂന്, തൻവീന്, അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇൽഹാറുൻ നൂനി സാക്കിന, സാക്കിനായ നൂന് കൊണ്ട് ഇൽഹാർ വരുന്നതാണ്. അപ്പം നമുക്കിതിൽ തൻവീന് കൊണ്ട് വരുന്നതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇൽഹാർ തൻവീൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് മനസ്സിലാക്കി പോവാം. തൻവീൻ എന്നാൽ ഇതാ ഇങ്ങനെ 2 ഫതഹുകളും 2 കസ്റകളും 2 ലൊമ്മകളും ഒരുമിച്ച് വരുന്നതിനാണ് തൻവീൻ എന്ന് നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. ഫതഹ തൻവീൻ, കസ്ര തൻവീൻ, ലൊമ്മ തൻവീൻ, ഇതാണ് തൻവീൻ. അപ്പോൾ എന്താണ് തൻവീൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. തൻവീൻ എന്നാൽ എന്താണ്? ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ ഇതെന്താണ്? എഴുത്തിൽ കാണാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ ഒരു നൂനാണ് തൻവീൻ. ഇപ്പം നമ്മൾ ഇവിടെ എഴുത്തിലില്ല, പക്ഷെ അത് ഉച്ചാരണത്തിൽ നമുക്ക് അവിടെ ഒരു നൂന് വരും. എങ്ങനെ? നൂഹൻ, ഹൻ, ഹൻ. ഇവിടെ നമ്മൾ നൂഹൻ എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ഹൻ എന്ന് പറയുമ്പോൾ അവസാനത്തിൽ ഒരു നൂന് വരുന്നുണ്ട്. നൂഹൻ, ഒരു സുക്കൂനുള്ള നൂന് വരുന്നുണ്ട്. നൂഹിൻ, ഹിൻ ആണെങ്കിൽ ഹിൻ, അവിടെ ഒരു നൂന് വരുന്നുണ്ട്. നൂഹുൻ, ഹുൻ. അപ്പോൾ എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. അതപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും പഠിക്കാനില്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നൂഹൻ ഇല, ഇവിടെ തൻവീൻ്റെ ശേഷം ഹംസ വന്നു. ഹംസ, ഇതാണ് ഹംസ, എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ ഇൽഹാറിൻ്റെ തൻവീൻ്റെ ശേഷം ഇൽഹാറിൻ്റെ ഹർഫായ, ഹൽക്കിൻ്റെ ഹർഫായ ഹംസ വന്നു. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി ഓതണം. നൂഹൻ, നൂഹൻ ഇല, അങ്ങനെ വ്യക്തമാക്കി ഓതണം. അടുത്തത് അൻ അന്ത്യർ, അൻ അന്ത്യർ. ഇതാണ് എന്ത്? സാക്കിനായ നൂന്. സാക്കിനായ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന് തന്നെയാണ്. സുക്കൂനുള്ള നൂന് തന്നെയാണ് സാക്കിനായ നൂന്. അപ്പോൾ ഇവിടെ ഒരു നൂന് ഇതാ അന്ത്യർ. ഇവിടെ ഒരു നൂനുണ്ട്. ഫതഹ, കസറയോ ലൊമ്മോ ഒന്നുമില്ല, സുക്കൂനോ ഇല്ല. അപ്പോൾ ഇവിടെ നൂനിൻ്റെ ഒരു പുള്ളി മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ അതേപോലെ. അപ്പോൾ ഇതിനും സാക്കിനായ നൂന് തന്നെയാണ് പറയുക. സുക്കൂനുള്ള നൂന് തന്നെയാണ് സാക്കിനായ നൂന്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സാക്കിനായ നൂനിൻ്റെ ശേഷം ഹംസ വന്നു. ഹംസ മനസ്സിലാക്കുക. അപ്പോൾ ഇത് എന്താണ്? ഇൽഹാറാണ്. ഇവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അപ്പോൾ അൻ അന്തിർ, അൻ, അൻ എന്ന് നല്ല വ്യക്തമാക്കിയിട്ട് വേണം അടുത്ത ഹംസ അന്തിർ എന്നുള്ള പറയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സാക്കിനായ നൂൻ്റെ ഷാലാണ് വന്നത്. അത് നമുക്ക് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പോൾ നമുക്കത് പഠിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് പറയാം. ഇവിടെ ദാ മിൻ കബിൽ, ഇവിടെ നൂൻ്റെ ശേഷം കാഫാണ് വന്നത്, അതും ഇഖ്ഫാ തന്നെയാണ്. അപ്പോൾ ഇപ്പം നമുക്കത് പറയണ്ട. നമുക്കിപ്പോൾ ഇൽഹാറിൻ്റെ ഹർഫുകൾ ഇവിടെ പറയാം. ഇനി എവിടെയാണ് തൻവീൻ്റെ ശേഷം? ഇവിടെ അതാ തൻവീൻ്റെ ശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തി, നമുക്ക് നൂനിൻ്റെ പാടായത് കൊണ്ടായിരിക്കാം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ തൻവീൻ്റെ ശേഷം
ലൊമ്മ തൻവീനാണ്, അതിൻ്റെ ശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി അടുത്ത ആയത്തതാ മിൻഹു, സാക്കിനായ നൂന്, സുക്കൂനുള്ള നൂന് തന്നെയാണ് സാക്കിനായ നൂന്, അതിന് ശേഷം ഹ ഹംസ ഹ. അപ്പം അതിലെ ഹ ആണ് ഇവിടെ വന്നത്, മനസ്സിലാക്കുക, ഇൽഹാറ വന്നത്. അടുത്തതാ മിൻ അദാബിൻ, ഐന് വന്നു. മിൻ എന്ന നൂനിന് ശേഷം അദാബിൻ എന്നതിൽ ആദ്യാക്ഷരമായി ഐന് വന്നു. അപ്പോൾ ഇവിടെ ഇൽഹാർ മനസ്സിലാക്കുക. ഇനി എവിടെയാണ് വരുന്നത്? ഇവിടെ വന്നിട്ടുണ്ട് മിൻ ഹൈസു, ഹ വന്നു, സാക്കിനായ നൂനിന് ശേഷം ഹ വന്നു, മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്കിവിടെ അണ്ടർലൈൻ ചെയ്യാത്ത വേറെ സ്ഥലങ്ങൾ വന്നാൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ആദ്യം പഠിക്കാം. ഇവിടെ നൂനിന് ശേഷം യാ വന്നിട്ടുണ്ട്, ഇത് ഇദ്ഗാമാണ്, നമുക്കപ്പോൾ പറയാം. അപ്പോൾ ഇതുപോലെ സാക്കിനായ നൂന്, സുക്കൂനുള്ള നൂന് തന്നെയാണ് സാക്കിനായ നൂന്, മനസ്സിലാക്കുക. അപ്പോൾ ഇൽഹാറിന് വരുമ്പോൾ അത് വെളിവാക്കുന്നത് വരുമ്പം സുക്കൂനുള്ള നൂന് തന്നെയാണ് വരിക. അപ്പോൾ അത് മനസ്സിലാക്കണം, ഇൽഹാറിന് സുക്കൂൻ നൂന് തന്നെയാണ് വരട്ടോ. അപ്പോൾ മനസ്സിലാക്കാം. അടുത്തത് അതാ താമുൻ ഇല, ഇവിടെ തൻവീന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. തൻവീന് മുൻ എന്ന തൻവീന്, മുൻ എന്ന തൻവീന് ശേഷം ഹംസ വന്നു, മനസ്സിലാക്കുക. അടുത്തതാ മിൻ ഇസ്ലിഹി, മിൻ ഐന്, പുള്ളിയുള്ള ഐന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഐന് വന്നു, മനസ്സിലാക്കുക. നൂനിന് ശേഷം ഐന് വന്നു, നമുക്ക് വ്യക്തമാക്കി പാരായണം ചെയ്യാം. എങ്ങനെ? മിൻ മിൻ ഇസ്ലീൻ, മിൻ മിൻ എന്ന് വ്യക്തമാക്കുക, മനസ്സിലാക്കുക. അടുത്തത് എവിടെയാണ്? ഇവിടെ എന്താ വരുന്നത്? എന്താ വമിൻ ഖൽഫിഹിം, വമിൻ ഖൽഫിഹിം ഖ, നൂനിന് ശേഷം ഖ വന്നു, മനസ്സിലാക്കുക. ഇനി എവിടെയാണ്? പിന്നെന്താ? മുകളിൽ കൊടുത്ത ആയത്തുകളിൽ അടിവരയിട്ട ഭാഗം നോക്കൂ. സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ ഹ, ഐന് ഹ, ഐന് ഹ എന്നീ 6 അക്ഷരങ്ങളിൽ ഒന്നാണ് വന്നിട്ടുള്ളത് സുക്കൂനുള്ള നൂനിന് ശേഷം. അപ്പോൾ ഇവിടെ തൻവീനിൻ്റെ പറയുന്നില്ല, പക്ഷെ നമുക്ക് അണ്ടർലൈൻ ചെയ്തത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കുക. അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ഇതിലെ ഓരോരോ അക്ഷരങ്ങളാണ് വന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 6 അക്ഷരങ്ങളാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ, അതിന് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എന്നും പേരുണ്ട്, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നൂനിൻ്റെ ശേഷം, സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം, അതിനാണ് സാക്കിനായ നൂന് എന്ന് പറയും, മനസ്സിലാക്കുക. സാക്കിനായ നൂനിന് ശേഷം ഇതിലേതെങ്കിലും ഒരു അക്ഷരമാവണം അതിൻ്റെ അടുത്ത് തുടങ്ങുന്നത്, അതിൻ്റെ അടുത്ത അക്ഷരം. ഈ അക്ഷരം സുക്കൂനുള്ള നൂനിൻ്റെ അല്ലെങ്കിൽ സാക്കിനായ നൂനിൻ്റെ ശേഷം ഇതിലേതെങ്കിലും ഒരു അക്ഷരമാവണം വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വ്യക്തമാക്കി ഓതണം, മനസ്സിലാക്കുക. അപ്പോൾ ബാക്കി നോക്കാം. സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ എന്നറിയപ്പെടുന്ന ഈ 6 അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നൂനിൻ്റെതായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആ നൂനിനെ എന്ന് പറഞ്ഞത്. ശരിക്കും ഇൽഹാർ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് എന്ത് എഴുതണം? സാക്കിനായ നൂനിൻ്റെ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ എന്നറിയപ്പെടുന്ന ഈ 6 അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ ഇത് കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിൻ്റെ ഹർഫുകളായ ഹംസ ഹ, ഐന് ഹ, ഐന് ഹ ഈ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ നൂനിൻ്റെ മാത്രം പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. അപ്പം നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കുക, ഇൽഹാർ എന്നാൽ എന്തെന്നുള്ളത്. അപ്പോൾ ആ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം, ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. ഇനി ദഫ്തർ തോലിബ് നോക്കി വർക്ക് ബുക്ക് കംപ്ലീറ്റ് ആക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഖിറാഅത്തും ഹിഫ്ലും വരുന്നത് സൂറത്തുൽ ഹഷ്ർ, അതിൽ മവാലിയുൽ ഇൽഹാർ, അതിൽ ഇൽഹാറൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാനാണ്, ഓതാനാണ് പറയുന്നത്. പിന്നെ ഹിഫ്ലാക്കേണ്ടത് സൂറത്തുൽ ജിൽസാല, സൂറത്തുൽ ജൽസല വൽ അദ്കാർ, അദ്കാർ നമ്മൾ പഠിച്ച ദിക്റുകളൊക്കെ. അപ്പോൾ നമ്മൾ മുമ്പ് പാഠത്തിലൊക്കെ പറഞ്ഞതുപോലെ ഇനി
തദ്രിബ ഈ ബുക്കിൻ്റെ അവസാനത്തിൽ വരും നിങ്ങൾക്ക് പഠിക്കേണ്ട ദിക്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പഠിക്കുക. സൂറത്തുൽ സൽസല അത് നന്നായി മനഃപ്പാഠമാക്കുക. ഇനി നമുക്ക് വർക്ക് ബുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു നുൻഷിദാണ്, ഒരു ബൈത്താണ്. എന്താണ്? ഹൽക്കിൻ ഹർഫുകളാറാണ്, അവയിൽ വിധി ഇൽഹാറാണ്. ഹംസും ഹാഉം ഐനും ഹാഉം ഐനും ഹാ എന്നിവയാണവ. ഹംസും ഹാഉം ഐനും ഹാഉൻ ഐനുൻ ഹാ എന്നിവയാണ്. അപ്പം അത് ഹൽക്കിൻ്റെ ഹർഫുകളെ മനസ്സിലാക്കാനുള്ള ഒരു ബൈത്താണ്. എല്ലാവരും കാണാതെ പഠിക്കാം. ഇനി എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ ഇൽഹാർ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എഴുതാനാണ് ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ മൻ ആമന ബില്ലാഹി. അപ്പോൾ ഞാൻ ഇത് വേർഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നു. അത് നമുക്കിവിടെ എഴുതാം. സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നു എന്ന് നമുക്കിവിടെ നോക്കി എഴുതാം. അപ്പോൾ സുക്കൂനുള്ള നൂന്, അപ്പം അത് പാഠഭാഗത്ത് നിന്ന് നോക്കി എഴുതാം. സുക്കൂനുള്ള നൂന് എന്താ? സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹംസ ഇങ്ങനെയും എഴുതാം. ഇവിടെ വന്ന ഹംസുൻ ഇങ്ങനെയും എഴുതാം, ഹംസ വന്നു എന്ന്. അങ്ങനെ ഇവിടെയൊക്കെ എഴുതി കൊടുക്കുക. അടുത്തത് എന്താണ്? മിൻ ഹൈരിൻ എന്നതിൽ സാക്കിനായ നൂനിന് ശേഷം ഹാ വന്നു. സാക്കിനായ നൂനിന് ശേഷം ഹാ വന്നു എന്ന് നമുക്കവിടെ എഴുതാം. ഹാ പുള്ളിയുള്ള ഹാ ആണ് കേട്ടോ. അപ്പം അത് ഇവിടെ ചേർത്ത് എഴുതുമ്പോൾ ഈ ഹാ എഴുതും. നമ്മൾ ഹാ എന്ന് എഴുതുന്നത് ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഇതുപോലെ ഹാ വന്നു മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തതാ മിൻ ഇന്ദില്ലാഹി. അതാ സാക്കിനായ നൂനിന് ശേഷം ഐന് വന്നു. ഐന് മനസ്സിലാക്കി എഴുതുക, ഐന്. അടുത്തതാ മൻ ഹദല്ലാഹു. സാക്കിനായ നൂനിന് ശേഷം, സാക്കിനായ നിങ്ങൾക്ക് സുക്കൂനുള്ള നൂനാണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം അതുപോലെ എഴുതാം. സാക്കിനായ നൂന് എന്ന് രണ്ടും പറയുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ് പഠിച്ച രീതിയിൽ പറഞ്ഞു പോവുകയാണ്. സാക്കിനായ നൂന് എന്നും പറയാം, സുക്കൂനുള്ള നൂന് എന്നും പറയാം. അപ്പം അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പം രണ്ടും സെയിം ഒന്നാണ്. അപ്പോൾ ചോദ്യം എങ്ങനെയാണ് നിങ്ങൾക്ക് വരികയെന്ന് പറയാൻ പറ്റില്ല. സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നാൽ എന്ത്, അവിടെ വിധി എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം അവിടെ ഇൽഹാറാണ് എന്ന്. അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നാൽ എന്താണ് വിധി? നമുക്ക് എഴുതാൻ കഴിയണം ഇൽഹാറാണ് വിധി എന്ന്. അപ്പോൾ രണ്ടും മനസ്സിലാക്കിയിട്ട് എഴുതുക. ഞാൻ ഓൾറെഡി നമ്മൾ സാക്കിനായ നൂന് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ഐന് വന്നു, സുക്കൂനുള്ള നൂനിന് ശേഷം ഹാ വന്നു, സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നു. ഇവിടെ മൻ ഹദല്ലാഹു, സുക്കൂനുള്ള നൂനിന് ശേഷം ഹാ വന്നു. അടുത്തതാ ഫമൻ ഹജ്ജ, സുക്കൂനുള്ള നൂനിന് ശേഷം ഹ വന്നു. മിൻ ഐരി, സുക്കൂനുള്ള നൂനിന് ശേഷം ഐന്, പുള്ളിയുള്ള ഐന് വന്നു. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇൽഹാറിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത പാഠം തൻവീനാണ്. ഈ നൂനിൻ്റെ പകരം ഇവിടെ ഏതെങ്കിലും അക്ഷരങ്ങൾക്ക് തൻവീന് വന്നിട്ട് ഇൽഹാറിൻ്റെ ഈ അക്ഷരങ്ങളാണ് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. അപ്പോൾ പാഠത്തിൻ്റെ കൂടെ അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് നന്നായി മനസ്സിലാക്കി നമുക്ക് തജ്വീദ് സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഹൽക്കിൻ്റെ ഹർഫുകൾ എത്ര ഏവ? ഹൽക്കിൻ്റെ ഹർഫുകൾ 6 ഇൽഹാറിൻ്റെ ഹർഫുകൾ 6. അതാണ് ഹൽക്കിൻ്റെ ഹർഫുകൾ. മനസ്സിലാക്കുക, 6 ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹംസ, ഹ, ഐന്, ഹ, ഒയിന്, ഹ. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതുക. അടുത്തത് ഇൽഹാർ എന്നാൽ എന്ത്? ഇൽഹാർ എന്നാൽ എന്താണ്? സാക്കിനായ നൂനിൻ്റെ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി എഴുതുക. ഇവിടെ നൂനിൻ്റെ മാത്രം വന്നതുകൊണ്ട് അത് മാത്രമാണ് ഇവിടെ വന്നത്. ശരിക്കും നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം
ഹൽക്കിൻ്റെ ഹർഫുകളിൽ ഒന്ന് വന്നാൽ ഇൽഹാർ എന്ന് അവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അതിനെ ഇൽഹാർ എന്ന് പറയുന്നു. ശരിക്കും ആൻസർ അങ്ങനെ വരണം. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി വെക്കുക, എന്നിട്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ. അപ്പം ഇനി മദ്രസയിൽ നിന്ന് ഉസ്താദ് എന്താണ് പറഞ്ഞു തരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഇൽഹാർ എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെയും തൻവീനെയും വ്യക്തമായി ഉച്ചരിക്കണം. ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത നസിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. അംസ ഹ ഐന് ഹ ഒയിന് ഹ. അപ്പോൾ ഇതിലെ ഉദാഹരണത്തിൽ ഇൽഹാറിന് അംസ വന്നത് നമ്മൾ ഇതിൻ്റെ നേരെ ഇവിടെ എഴുതി കൊടുക്കണം. എന്താ, നൂനിന് ശേഷം അംസ വന്നു, ഒന്നാമത്തെ കള്ളിയിൽ എഴുതാം. പിന്നെ ഇവിടെ ഹ എന്താ അൻഹാദിഹി, അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത്തെ കള്ളിയിൽ എഴുതാം. ഐന് വന്നത് എവിടെ, ഇതാ മൻ അമലി, അപ്പോൾ നമുക്കത് മൂന്നാമത്തെ ഐനിൻ്റെ നേരെ എഴുതി കൊടുക്കാം. അടുത്ത ഹ എവിടെ, വമിൻ ഹൈസു ഇവിടെ വന്നു, അപ്പോൾ നമുക്കത് നാലാമത്തെ കള്ളിയിൽ ഹിൻ്റെ നേരെ എഴുതാം. അടുത്തതാ ഒയിനിതാ മിൻ ഒഫൂർ, അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ചാമത്തെ ഒയിനിൻ്റെ നേരെ അത് എഴുതാം. അടുത്തത് ഇതാ മിൻ ഖശ്യത്തില്ലാഹി, അപ്പോൾ നമുക്കവിടെ ആറാമത്തത് ഹിൻ്റെ നേരെ അവിടേക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ അങ്ങനെ എഴുതി അത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇൽഹാറിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ, സാക്കിനായ നൂന് കൊണ്ട് വന്നതിന് ഓരോ ഉദാഹരണങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിപ്പിച്ച് വെക്കുക. എളുപ്പമുള്ള ഏതെങ്കിലും വേർഡ്സുകൾ പഠിച്ച് വെക്കുക. മിൻ ഹൈരീൻ, ഫമൻ ഹജ്ജ, ഫമിൻഹു എന്നൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഹ കൊണ്ട് ഇൽഹാർ ആയതിന് ഉദാഹരണം എഴുതാൻ വന്ന് എക്സാമിന് വന്നാൽ നമുക്ക് മിൻഹു എന്ന് എഴുതി വെക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത്രയാണ് ഇൽഹാറുൻ നൂനി സാക്കിനത്ത് എന്ന ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.